മണി മുതൽ 6 മണി വരെ ഒരു വലിയ റോഡ് ഷോക്കാണ് RCB മാനേജ്മെന്റ് പദ്ധതിയിട്ടത്. പക്ഷേ ഈ ട്രാഫിക് പോലീസ് എതിർപ്പ് അറിയിച്ചത് പിന്നാലെയാണ് ഈ പരിപാടിയുടെ സമയം വെട്ടിക്കുറച്ചത്. 5 മണി മുതൽ 6 മണി വരെ മാത്രമാക്കി ഈ പരിപാടി ചുരുക്കി. അതിനുശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റേഡിയത്തിനകത്തേക്കും വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ RCBയുടെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാസ് കിട്ടുന്നവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന തരത്തിൽ തന്നെ RCB അവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്ററുകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ആളുകൾ അവരുടെ ഹീറോസിനെ കാണാൻ, വിരാട് കോഹ്ലി അടക്കമുള്ള 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം നേടിത്തന്ന വീരന്മാരെ കാണാൻ വേണ്ടിയാണ് വലിയ രീതിയിൽ തിങ്ങി നിറഞ്ഞത്. പക്ഷേ അതൊക്കെ തന്നെ നയിച്ചത് ദാരുണമായ സംഭവങ്ങളിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എത്ര കണ്ട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നും ആളുകൾ എത്ര കണ്ട് അവിടെ പോലീസ് ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട് എന്നുള്ളതും. ഈ അപകടത്തിന് പറ്റിയ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ബംഗളൂരുവിൽ നിന്ന്, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ജനക്കൂട്ടം അവർ തിങ്ങി നിറഞ്ഞു. അതിനെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല, മതിയായ സുരക്ഷ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ സർക്കാർ തന്നെ ഇതൊരു വലിയ ആഘോഷം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. DK ശിവകുമാർ അടക്കം വിമാനത്താവളത്തിലേക്ക് എത്തുന്നതൊക്കെ നേരത്തെ നമ്മൾ കണ്ടു. അങ്ങനെ നിരിക്കെ ഇങ്ങനെയൊരു വലിയ പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അമിതാവേശം, ഒരുപക്ഷെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയൊക്കെ തന്നെ അവിടെ സർക്കാർ നേരിട്ടിറങ്ങി ഈ പരിപാടിയെ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടത്. ഒരു തരത്തിൽ നമ്മൾ ഇക്കാലം അത്രയുമായി ഇങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ RCBയോടുള്ള ഡൈഹാർഡ് ഫാൻസ് എന്ന തരത്തിൽ തരയായിരിക്കും ചിലപ്പോൾ DK ശിവകുമാർ അടക്കം നേരിട്ട് വിമാനത്താവളത്തിലെത്തി കർണാടകയുടെ പതാകയും ഒപ്പം തന്നെ RCBയുടെ പതാകയും പൂച്ചെണ്ടിനൊപ്പം നൽകിയാണ് വിരാട് കോഹ്ലിയെ സ്വീകരിച്ചത്. അദ്ദേഹം അതിനുശേഷം RCBയുടെ പതാക വീശിയാണ് കാറിൽ പോകുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടത്. അപ്പോൾ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പോലീസിൻ്റെ ആ വാക്കിന് സർക്കാർ ഒരു തരത്തിലുള്ള വിലയും കൊടുത്തിട്ടില്ല, മുന്നറിയിപ്പിന് വില കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സങ്കടകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ നിന്ന് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിരവധി പേർ കുഴഞ്ഞു വീണിരിക്കുന്നു. അവരെയൊക്കെ തന്നെ അവിടുത്തെ വളണ്ടിയേഴ്സും ഒപ്പം തന്നെ മറ്റാളുകളും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു.